ത്രിതല പഞ്ചായത്തുകൾക്കുള്ള ഫണ്ടുകൾ വലിയ രൂപത്തിൽ വെട്ടിക്കുറച്ചിരിക്കുകയാണ്. ഇപ്പോൾ മുക്കം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് പ്ലാൻ ഫണ്ടിൽ മാത്രം 5,87,00,000 രൂപ നമുക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുക്കം നഗരസഭ 2015 ശേഷം നഗരസഭ ആയതിനു ശേഷം കഴിഞ്ഞ 16 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടില്ലാത്ത ചരിത്ര സംഭവമാണ് ഈ ഒരു ഫണ്ട് വെട്ടിക്കുറയ്ക്കൽ. തീർച്ചയായിട്ടും UDF സർക്കാരിന്റെ വലിയൊരു അനീതിയാണ് മുക്കം നഗരസഭയ്ക്ക് നേരെ ഉണ്ടായിട്ടുള്ളത്. ആ അനീതിക്കെതിരെ നമ്മൾ ആ ഫണ്ട് ലഭിക്കുന്നത് വരെ സമരവുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. നമുക്കറിയാം, വിസ്മയം സൃഷ്ടിക്കും എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന VD സതീശൻ ഗവൺമെന്റ് ഇന്ന് 2 മാസം പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുക. ആകെ ഭരിക്കാൻ 60 മാസം മാത്രമേ അവർക്ക് നമ്മൾ നൽകിയിട്ടുള്ളൂ. ആ 60 മാസത്തിൽ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ തന്നെ 1 മാസത്തിലധികം സമയമുണ്ട്. അധികാരത്തിലേറിയ ശേഷം 2 മാസം പിന്നിട്ടു. വിസ്മയം സൃഷ്ടിക്കുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തന്നെ അതിൻ്റെ ചില സ്വഭാവങ്ങൾ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. എന്നാൽ നമുക്കിന്ന് കാണാൻ കഴിയുന്നത് വിസ്മയത്തിന് പകരം ആകാശ വിസ്മയം സൃഷ്ടിക്കുന്ന തൻ്റെ അമ്മായിയച്ഛനെ കാണാൻ പോകാൻ വിമാനയാത്ര, പൊന്നാനി സൽക്കാരത്തിന് പോകാൻ വിമാനയാത്ര, ഹെലികോപ്റ്റർ യാത്ര, ഇങ്ങനെ ഹെലികോപ്റ്റർ യാത്രകൾ നടത്തിക്കൊണ്ട് ആകാശ വിസ്മയം നടത്തുവാനും ഈ സർക്കാരിൻ്റെ പണം ദൂർത്തടിക്കാനുമാണ് കേവലം മാസങ്ങൾ കൊണ്ട് VD സതീശന് കഴിഞ്ഞത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഗവൺമെന്റ് അവസാനമായി അവതരിപ്പിച്ച ബഡ്ജറ്റിൽ 692 കോടി രൂപയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടി നമ്മൾ അനുവദിച്ചത്. എന്നാൽ പിന്നീട് VD സതീശൻ അധികാരത്തിലേറി അദ്ദേഹം അവതരിപ്പിച്ച ബഡ്ജറ്റിൽ നമുക്ക് ആകെ 177 കോടി രൂപ. അതേപോലെ ഇപ്പോൾ ചാനയും അതേപോലെ ബിനു സൂചിപ്പിക്കുന്ന നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിയിൽ വന്ന 5.5 കോടി നമ്മൾ അനുവദിക്കുന്നു, 1.5 കോടി നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. എത്രയോ വലിയൊരു വിരോധാഭാസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊരു പദ്ധതി ആവിഷ്കരിക്കുന്നതിന് പിന്നിൽ എത്രയധികം മനുഷ്യ പ്രയത്നമുണ്ട്, എത്രയധികം ഉദ്യോഗസ്ഥന്മാരുടെ പ്രയത്നമുണ്ട്. ഒരു സർക്കാർ മിഷനറി മുഴുവൻ ജാഗരൂകരായിരുന്ന് തയ്യാറാക്കുന്ന പദ്ധതിയെ അട്ടിമറിക്കുന്ന ഒരു നടപടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ നമ്മുടെ UDF സർക്കാർ എന്ന് നടത്തിയത്. അതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലാകമാനം ഒരു സമരത്തിന്റെ ആഹ്വാനം നൽകിയിരിക്കുന്നത്. അപ്പോൾ ചിലരൊക്കെ ചോദിക്കും, അധികാരത്തിൽ കയറിയിരിക്കുന്നു, ഇപ്പോഴേ സമരം വേണോ? പ്രിയമുള്ളവരെ, അങ്ങനെ പറയുന്നവർ നമ്മുടെ സമരാവേശത്തെ കെടുത്തുകയും പിന്നോട്ട് വലിക്കുകയും ചെയ്തതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത് എങ്കിൽ അതിന്റെ സൂചനകൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇവിടെ ആ സൂചനകൾ കാണാതെ വരുമ്പോൾ അവരെ മര്യാദ പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. ആ ഉത്തരവാദിത്വം
അവർ നിർവഹിക്കുകയാണ്. ഇത് മറുപടി പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് ഫണ്ട് വെട്ടിക്കുറയ്ക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ 5.5 കോടിയിലധികം രൂപ, 5,56,000 സംതിങ് എന്ന് പറഞ്ഞാൽ 5.5 കോടിയിലധികം രൂപ ഇവിടെ നിങ്ങൾക്ക് പദ്ധതിവിധമായി മുക്കത്തെ ജനസംഖ്യ കണക്കാക്കി മുക്കം നഗരസഭയ്ക്ക് നൽകിയിട്ടുള്ളതാണ്. വേറെ പണമൊന്നും കാര്യമായിട്ട് സമാഹരിക്കാൻ മുക്കത്ത് മാർഗമില്ല. ധാരാളം മുനിസിപ്പാലിറ്റികൾക്ക്